നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. കർത്താവിന്റെ സുവിശേഷം. രാജശേഷ പ്രിയ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രസിഡന്റിയും കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വളവൽത്തോപ്പിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ 2025 തിരുനാളിന് സമാരംഭം കുറിച്ചിരിക്കുകയാണ്. കൊടി ഏറ്റി കഴിഞ്ഞപ്പോൾ പ്രദക്ഷിണമായിട്ട് ഒരു ചേട്ടൻ്റെ ശരീരം എന്ന് പറയുന്നുണ്ടായിരുന്നു, അച്ഛാ, വളക്കാരുടെയൊക്കെ പ്രതീക്ഷയാണ് ഈ തിരുനാൾ. കർത്താവിൻ്റെ ആഗ്രഹവും കർത്താവിൻ്റെ അനുഗ്രഹവും കർത്താവിൻ്റെ ഹിതവും പോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, കർത്താവിൻ്റെ ഹിതം എപ്രകാരം സംഭവിക്കണം എന്നുള്ളതിന് വേറൊരു വലിയ മാതൃക നമ്മുടെ സ്വർഗീയ പുരുഷനായ യോസേപ്പിതാവല്ലാതെ മറ്റാരെങ്കിലും. ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാർച്ച് 19 ആരുടെ തിരുനാളാണ്? എന്തിൻ്റെ തിരുനാളാണ്? അവിടെയാണ്. അതാരാ പറഞ്ഞ ഉത്തരം? യോസേപ്പിതാവിന്റെ മരണത്തിരുനാൾ. സാധാരണ നമ്മള് മെയ് 1-ാം തീയതി വിശുദ്ധ യോസേപ്പിതാവിന്റെ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിതാവിന്റെ തിരുനാളാണ്. മാർച്ച് 19 എന്ന് പറയുമ്പോൾ യോസേപ്പിതാവിന്റെ തിരുനാളാണ്. പക്ഷെ ഇതിന്റെ തിരുനാൾ യോസേപ്പിതാവിന്റെ മരണ തിരുനാൾ. യോസേപ്പിതാവ് സ്വർഗത്തിലേക്ക് ഈശോയുടെയും മറിയത്തിന്റെയും അടുത്തേക്ക് പോയ ആ ഒരു സുദിനം. പക്ഷേ യോസേപ്പിതാവിന്റെ മരണം, നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഞാനിത് പറഞ്ഞതാണ്, നന്മരണ മധ്യസ്ഥനായി യോസേപ്പിതാവിനെ തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശോയുടെയും മാതാവിന്റെയും സാന്നിധ്യത്തില് ആ ഒരു സ്വർഗീയ മരണം പ്രാപിച്ചതിനാല്. ഞാൻ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ തിരുനാളിന് മുൻപ്, കുറച്ച് ദിവസം മുൻപ്, തിരുനാളുമായി ബന്ധപ്പെട്ട് ഒരു ബൈറ്റ് തയ്യാറാക്കണമെന്ന് പറഞ്ഞു. ബൈറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ്, ഒരു ആശംസ പോലെ എന്തെങ്കിലും 1-2 വാക്യങ്ങൾ വരെ പറഞ്ഞു. നിങ്ങൾ വികാരിച്ചത് കണ്ടിട്ടുണ്ടാവും, ഇല്ലതും ചിലപ്പോൾ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് എന്ത് പറയണമെന്ന്, അല്ലെങ്കിൽ എപ്രകാരമാണ് ഒരു ആശംസ ജനങ്ങൾക്ക് നൽകണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയത്, കുഞ്ഞുനാളില് വീട്ടിൽ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് 53 മണി ജപം മാതാവിനെ സമർപ്പിച്ചതിന് ശേഷം നമ്മളെല്ലാവരും യോസേപ്പിതാവിനോട് ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഏത് പ്രാർത്ഥനയാണ്? ഭാഗ്യവതിമാറിയ യോസേപ്പേ, ഞങ്ങളെ പരിശുദ്ധ ഭാര്യയുടെ സഹായം ഉപേക്ഷിച്ച ശേഷം ഞങ്ങളിപ്പോൾ മനോഷണത്തോട് വിയാചിക്കുന്നു. വലിയൊരു പ്രാർത്ഥനയാണ്. അപ്പൊ എന്റെ വൈദ്യുതിയോട് കടന്നു വന്ന ചോദ്യം, നമ്മൾ യോസേപ്പിതാവിന് എന്ത് വിശേഷമാണ് നൽകുന്നത്? ഭാഗ്യപ്പെട്ട മാറിയ യോസേപ്പിതാവ്. പക്ഷേ ഒരു ചെറിയ ഉച്ചയോടെ ഞാൻ ചിന്തിച്ചത്, ശരിക്കും മനുഷ്യരുടെ മുന്നില് ഭാഗ്യം ചെയ്ത വ്യക്തിയായിരുന്നു യോസേപ്പിതാവ്? അല്ല, നിർഭാഗ്യനായ ഒരു മനുഷ്യൻ. വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കെ ആ സ്ത്രീ പൂർണ്ണമായ വിവാഹം പൂർത്തിയാകുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ, അതറിയത്തില്ല യോസേപ്പിതാവിന് പരിശുദ്ധാത്മാവിനെ ഗർഭിണിയായെന്നുള്ളത്,
പറയുന്നത്. എന്നാൽ ഗർഭിണിയായി കാണപ്പെട്ട ഒരു സ്ത്രീ, അവന്റെ സ്വപ്നവും ജീവിതവും അവിടെ തകർന്നു എന്ന് കരുതിയൊരു നിമിഷം. അതുപോലെ തന്നെ നമുക്കറിയാം, ഏത് ജോലി ചെയ്തുകൊണ്ടിരുന്ന മരപ്പണിക്കാരൻ അല്ലേ, വലിയ സമ്പത്തോ അല്ലെങ്കിൽ വലിയ സുഖ സൗകര്യങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമല്ല. അപ്പൊ മനുഷ്യരെ മുന്നിൽ നോക്കുമ്പോൾ ഒരു നിർഭാഗ്യവാനായ മനുഷ്യരെ നാം വിശേഷിപ്പിക്കുന്നത് ഭാഗ്യപ്പെട്ട യോസേപ്പിതാവിനാണ്. അപ്പൊ ഞാൻ രണ്ടാമത് എന്റെ മൈൻഡിലോട്ട് വന്നിട്ട് ഈ പ്രാർത്ഥന രചിച്ചത് ആരായിരിക്കും? എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഈ പ്രാർത്ഥന ആരായിരിക്കും രചിച്ചത്. പക്ഷേ ഈ പ്രാർത്ഥനയാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. കാരണം തിരുസഭയില് 1870 ഡിസംബർ 8 ഏത് തിരുനാളാണ്? മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന്റെ അന്ന് സഭയില് ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചു അന്നത്തെ മാർപ്പാപ്പ. അതിന്റെ പേര് പ്രകാരമായിരുന്നു അതിന്റെ മലയാള വിവർത്തനം ദൈവം നിശ്ചയിച്ചത് പോലെ. ദൈവം നിശ്ചയിച്ചത് പോലെ എന്നൊരു ചാക്രിക ലേഖനം ആർക്കു വേണ്ടി രചിക്കപ്പെട്ടതാണ്? വിശുദ്ധ ഔസേപ്പിതാവിനെ സഭയിൽ ആദ്യമായി തിരുസഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിക്കപ്പെട്ട ദിവസവും ചാക്രിക ലേഖനവും വർഷവുമാണ്. ആ ചാക്രിക ലേഖനത്തില് മാർപ്പാപ്പ സഭയിലെ എല്ലാവരോടും ഔസേപ്പിതാവിനോട് ഒരു പ്രാർത്ഥന ചൊല്ലണമെന്ന് പറഞ്ഞിട്ട് പ്രൊമുൾഗേറ്റ് ചെയ്ത പ്രഖ്യാപിച്ച വളരെ മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാലയ്ക്ക് ശേഷം നാം ചൊല്ലുന്ന ഔസേപ്പിതാവിനോടുള്ള പ്രാർത്ഥന. ഔസേപ്പിതാവിനോടുള്ള പ്രാർത്ഥന. അപ്പോൾ തിരുസഭയുടെ സംരക്ഷകനായി ദൈവത്തിന്റെ മുൻപിൽ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തി. ഞാൻ ഇന്ന് ഇന്നത്തെ സുവിശേഷം വായിച്ചത് മത്തായിയുടെ 1-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. ഇതില് 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു. ഇതിൽ എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് 19-ാമത്തെ വാക്യമാണ്. മാർച്ച് 19, 1-ാം അധ്യായം മത്തായിയുടെ 19-ാമത്തെ വാക്യം. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇപ്രകാരമാണത്: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഒരു പക്ഷേ ഔസേപ്പിതാവിന്റെ ആധ്യാത്മികത, ഔസേപ്പിതാവ് ആരാണ് എന്ന് വെളിപ്പെടുത്തി തരുന്ന ഒരു വലിയ രഹസ്യം ഒരു പക്ഷേ നമ്മൾ നല്ല ആഴത്തിൽ ധ്യാനിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതുള്ളൂ. ഒന്നാമത്തെ കാര്യം, രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് അവിടെ ഔസേപ്പിതാവ് ചിന്തിച്ചൊരു ചിന്തയുണ്ട്. അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാണ്. പ്രിയ മാതാപിതാക്കളെ, ഭർത്താക്കന്മാരെ, സഹോദരിമാരെ, ഔസേപ്പിതാവ് എന്റെയും നിന്റെയും ജീവിതത്തില് ആരായി തീരണം, എപ്രകാരമുള്ള മകനായി ഞാൻ ഔസേപ്പിതാവിന്റെ മകനായി മകളായി മാറണമെന്നുള്ളതിന് ഈ ഒരൊറ്റ വാക്കാണ്. നിന്റെ ഭാര്യയുടെ, നിന്റെ ഭർത്താവിന്റെ മാനം താങ്ങാനായിട്ട് എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ മകൻ്റെ, എൻ്റെ മകളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ മാനം കാത്തു സൂക്ഷിക്കുവാൻ എനിക്ക് നേർക്കും ആകുന്നുണ്ടോ? മക്കൾ ചിന്തിക്കുക, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മാനം കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ അതിന് യുക്തമായ രീതിയിലാണോ ചിന്തിക്കുന്നത്? ഇല്ലെങ്കിൽ ഒന്ന് നോക്കിക്കോ, സഹായം അഭ്യർത്ഥിച്ചോ, സഹായിക്കും. രണ്ടാമതായി, രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. രഹസ്യമായി എന്തുകൊണ്ടായിരിക്കും രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്? കഴിഞ്ഞ വർഷം ഞാനിത് പറഞ്ഞതാണ്. അതായത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് പല സ്റ്റേജസ് ഉണ്ട്. നമ്മളിവിടെ നിശ്ചയം ആദ്യം നടത്തും, അതിന് മുമ്പ് 3 വട്ടം വിളിച്ചു ചൊല്ലും, പിന്നെ പരിക്കുണ്ട് അല്ലെ, അത് കഴിയുമ്പോൾ കല്യാണമുണ്ട്, 8ാം കല്യാണമുണ്ട്. എന്തൊക്കെ ചടങ്ങുകളാണ് യഹൂദ പാരമ്പര്യത്തിലും പല ചടങ്ങുകളുണ്ട്. ഒന്ന്, ഔസേപ്പിതാവിന്റെ അപ്പച്ചൻ പെണ്ണിന്റെ അപ്പച്ചനുണ്ട്, മാതാവിന്റെ അപ്പച്ചനുണ്ട് കുറച്ച് ധനം കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? അവരുടെ വലിയ ധനമായ മകളെ അവര് ഒരു വീട്ടിലോട്ട് വാങ്ങിച്ചിട്ട് വരും. അപ്പോ അമ്മായിയപ്പൻ ചെന്ന് മറ്റേ ബന്ധുക്കാരന് പൈസ കൊണ്ട് കൊടുക്കും മകളെ വഹിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി, ഔസേപ്പിതാവ്, അതായത് ഭർത്താവാകാൻ പോകുന്നയാള് ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് പണം കൊണ്ട് അടയ്ക്കും. എന്തിനാ? അവരുടെ സംരക്ഷണം ഉറപ്പാക്കുവാൻ വേണ്ടി. ഇത് കഴിഞ്ഞാല് ഏകദേശം ആ യഹൂദ പാരമ്പര്യം അനുസരിച്ച് പകുതി കല്യാണം കഴിഞ്ഞു. അവര് രണ്ടുപേരും പിന്നെ അറിയപ്പെടുന്നത് ഭാര്യയും ഭർത്താവുമാണെന്നാണ്. നിയമാവർത്തനത്തിന്റെ പുസ്തകം 22-ാം അധ്യായം 23-ാമത്തെ വാക്യം: ഒരു സ്ത്രീ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ
ഗർഭിണിയായി അന്യപുരുഷനാൽ ഗർഭിണിയായി കാണപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ, അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ചൊരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാതിൽക്കൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. ഇവിടെ യോസേപ്പിതാവ് വളരെ മനോഹരമായി കൈകഴുകി പോയായിരുന്നു. ഇതെന്റെ കുട്ടിയല്ല, ഇവള് വ്യഭിചാരം ചെയ്തവളാണ്, ഇവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ്? പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പോ ഒരു മരണഭീതി പരിശുദ്ധ അമ്മ അപ്പോഴും ഭയക്കുന്നുണ്ടായിരുന്നു. അവരുടെ ദൈവാശ്രയ ബോധം ഇവിടെ വലുതാണ്. എന്നാൽ യോസേപ്പിതാവ് ചെയ്യാൻ ആഗ്രഹിച്ചെന്താ? ഇതാരും അറിയാതെ അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് പലായനം ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുന്നില്ല എന്ന് മറ്റുള്ളവർക്ക് മറുപടി പറയേണ്ടി വരും. അപ്പോ ആരും അറിയാതെ ഞാൻ എന്റെ പട്ടണത്തിൽ നിന്നും പലായനം ചെയ്യുക, ഞാൻ ഇതിന് മുങ്ങുക. അങ്ങനെ മുങ്ങിക്കഴിയുമ്പോൾ ഒരു കാര്യം സംഭവിക്കും. ഇതാണ് പരിശുദ്ധ ഗർഭിണിയാണ്. അവൾക്ക് ആരാണ് ഈ ഗർഭം ഉണ്ടാക്കിയതെന്ന് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന രീതിയിലുള്ള വിശ്വാസം അവർക്കില്ല. അപ്പോൾ ഇത് തീർച്ചയായും യൗസേപ്പ് മുങ്ങിയതിനാൽ യൗസേപ്പിന്റെ തന്നെ കുട്ടിയാണെന്ന് സമൂഹം വിധി എഴുതും. അപ്പൊ കുറ്റം ആരുടെ പുറത്തായി? യൗസേപ്പിന്റെ പുറത്തായി. ശിക്ഷ മുഴുവനും മാനസികമായിട്ട് നേരിടേണ്ടത് ആരായി? യോസേപ്പിതാവായി. പക്ഷെ അവൻ പാലായനം ചെയ്യാൻ, അവൻ ഒളിച്ചോടുവാൻ തീരുമാനിച്ചു. ഒരു പക്ഷേ മറ്റൊരു ക്രിസ്തുവിന്റെ ലോകത്തിലെ എല്ലാ മക്കൾക്കും വേണ്ടി സ്വയം കുരിശിൽ മരിച്ച ആ വലിയ ത്യാഗത്തിന്റെ മൂർത്തിഭാവം, മറ്റൊരു മുഖഭാവം യോസേപ്പിലൂടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാമോ? അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവിന്റെ തിരുസഭയുടെ കുടുംബത്തിന്റെ കന്യകാവ്രതക്കാരുടെ സംരക്ഷകനായി, കൈവിടാത്ത മനുഷ്യനായി യോസേപ്പിതാവിനെ തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത്. തിരുസഭയുടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷകൻ എന്ന് പറയുമ്പോൾ വേറൊരു വിചിന്തനം കൂടിയുണ്ട്. സാധാരണ നമ്മൾ മാതാവിന്റെ ലുത്തനിയെ ചൊല്ലുമ്പോൾ വാഗ്ദാന പേടകമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെ? എന്തുകൊണ്ടാണ് വാഗ്ദാന പേടകം? അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന മോശയുടെ നിയമങ്ങളുടെ കൽപ്പനകളായാലും ആരോന്റെ വടിയായാലും മന്നയായാലും അത് ഈശോയെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മളൊരു മറ്റൊരു സക്രാരിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ സക്രാരിയെ മാതാവ് പണ്ട് കേട്ടിട്ടില്ലേ? ആ സക്രാരിയെ സംരക്ഷിച്ചതാണ് പരിശുദ്ധ യോസേപ്പിതാവ്. ഒരു പൗരോഹിത്യ ധർമ്മം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഓരോ പ്രാവശ്യവും ഓരോ ദേവാലയത്തിന് വികാരിയച്ഛന്മാര് ചാർജ് എടുക്കുമ്പോൾ ഇൻസ്റ്റലേഷൻ എന്ന് പറയും. ആ സമയത്ത് തിരുസഭ പ്രൊമൾഗേഷൻ ലെറ്റർ ഒക്കെ വായിച്ചതിന് ശേഷം ഒരു കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒരു താക്കോല് കൈമാറും. ഏത് താക്കോലാണെന്നറിയാമോ? സക്രാരിയുടെ താക്കോലാണ് കൈമാറുന്നത്. സക്രാരിയുടെ താക്കോൽ, പള്ളിയുടെ താക്കോൽ. അപ്പോൾ എന്റെ ദേവാലയം, ആദ്യത്തെ ദേവാലയമായി മാറിയ പരിശുദ്ധ അമ്മ, ആദ്യത്തെ സക്രാരിയമായി മാറിയ പരിശുദ്ധ അമ്മയെ സംരക്ഷിക്കുവാൻ നിയുക്തനായ വിശുദ്ധ യോസേപ്പിതാവ് എന്റെയും നിന്റെയും കുടുംബം മറ്റൊരു ദേവാലയമായി മാറണം, എന്റെയും നിന്റെയും ഹൃദയങ്ങളെ ഈശോയെ സ്വീകരിക്കുന്ന, ഈശോ ഉൾക്കൊള്ളുന്ന മറ്റൊരു സക്രാരിയായി മാറണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന് കാവലായി, സംരക്ഷകനായി എന്റെ കുടുംബത്തിലും നിന്റെ വ്യക്തി ജീവിതത്തിലും, നിന്റെ കുടുംബത്തിലും എന്റെ വ്യക്തി ജീവിതത്തിലും സംരക്ഷകനായി മാറേണ്ടത് ആരാണ്? വിശുദ്ധ യോസേപ്പിതാവ്. വിശുദ്ധ യോസേപ്പിതാവ്. നമ്മള് ഈ ദൈവം നിശ്ചയിച്ചതുപോലെ എന്ന 1870 പുറത്തിറങ്ങിയ ചാക്രിക ലേഖനം, ഞാൻ പറഞ്ഞു ഡിസംബർ 8-ാം തീയതിയാണ് ഇത് പ്രഘോഷിപ്പിച്ചത്, അല്ലെ? അതിന്റെ 150-ാം വാർഷികത്തിലാണ് പാത്രിസ് കോർദെ, അപ്പന്റെ ഹൃദയമുള്ള എന്ന ചാക്രിക ലേഖനത്തിലൂടെ നാം പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 വർഷത്തെ എന്തായി പ്രഖ്യാപിച്ചത്? വിശുദ്ധ യോസേപ്പിതാവിന്റെ വർഷമായി പ്രഖ്യാപിച്ചു. ഒരു വർഷം മുഴുവൻ നമ്മൾ വിശുദ്ധ യോസേപ്പിതാവിന്റെ വർഷമായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. നമുക്കറിയാം, വിശുദ്ധ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ വളരെയധികം പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് എല്ലാവരെയും പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന ഉറങ്ങുന്ന യോസേപ്പിതാവിനോടുള്ളൊരു പ്രാർത്ഥനയാണ്, അല്ലെ? ഏകദേശം ഇപ്പൊ എല്ലാവരും മനഃപ്പാടമാക്കിയിട്ടുണ്ടാവും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, എപ്പോഴൊക്കെയാണോ
എനിക്ക് തീർത്താൽ തീരാത്ത പ്രശ്നങ്ങളായി തോന്നുന്നത്, ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ട് എന്റെ മുറിയിൽ ഈ ഒരു രൂപം ഉണ്ട്, ആ രൂപത്തിന്റെ അടിയിൽപ്പെട്ട് വയ്ക്കും. എന്നിട്ട് പറയും, രാവിലെ എണീക്കുമ്പോൾ നീ എപ്രകാരമാണോ ഉറങ്ങി എണീറ്റപ്പോൾ ഒരു തീരുമാനമെടുത്ത് കർത്താവിന്റെ കൽപ്പന പ്രകാരം മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചത്, അതുപോലെ ഒരു തീരുമാനം എനിക്ക് നൽകി എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഉറങ്ങിയ യോസേപ്പിതാവ് ഉറക്കം എണീറ്റ് കഴിഞ്ഞ് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. അതില് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവളെ അവൻ ഭാര്യയായി സ്വീകരിച്ചു. മത്തായി 2:14. കാരണം യോസേപ്പിതാവ് 3 പ്രാവശ്യം സ്വപ്നം കാണുന്നുണ്ട്, അല്ലെ? 3 സ്വപ്നങ്ങൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. രണ്ടാമത്തെ സ്വപ്നത്തില് 2:14 ഇപ്രകാരം നാം വായിച്ചു കേൾക്കുന്നു. ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെ അമ്മയെ കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. അവൻ ഉണർന്ന് യേശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. രണ്ടാമത്തെ സ്വപ്നം കഴിഞ്ഞപ്പോൾ യോസേപ്പ് ചെയ്തത് ഈജിപ്തിലേക്ക് പോയി. ഒന്നാമത്തെ സ്വപ്നം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് അനുസരിച്ച് മാതാവിനെ സ്വീകരിച്ചു. രണ്ടാമത്തെ സ്വപ്നം കഴിഞ്ഞപ്പോൾ അവൻ ഈജിപ്തിലേക്ക് പോയി. മൂന്നാമത്തെ സ്വപ്നം 2-ാം അധ്യായം 21-ാം വാക്യം. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. കാരണം തിരിച്ചു വരുവാനായിട്ട് ദൂതൻ കൽപ്പിക്കുകയാണ്. അവിടുത്തെ പ്രശ്നമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നേക്ക്. ഒന്നാമത്തെ സ്വപ്നത്തില് യോസേപ്പിതാവ് വളരെ കലുഷിതമായ ഒരു മനസ്സോടുകൂടിയാണ് ഉറങ്ങുന്നത്. അതായത് തന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം പോയി താൻ നിരാശയിലേക്ക് കൂപ്പുകുത്തും എന്നൊരവസ്ഥയില് ആ പ്രശ്നങ്ങളുടെ ഇടയിലും അവൻ ഉറങ്ങുമ്പോഴാണ് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, നീ ഒരു കാരണവശാലും ശങ്കിക്കേണ്ട, നീ പൊയ്ക്കോ, അവളെ ഭാര്യയായി സ്വീകരിച്ചു. ഒരുപക്ഷെ എന്റെ നിന്റെ ജീവിതത്തിൽ ഈ അവസ്ഥയിലൂടെ നീ കടന്നു പോകുന്നുണ്ടാവും. ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്റെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. അപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുക, കർത്താവിന്റെ ആഗ്രഹം എപ്രകാരമാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. എനിക്ക് നിനക്കും ഉണ്ടെങ്കിൽ തമ്പുരാൻ നമ്മളെ വഴിതിരിക്കും എന്നുള്ളതിന് ജോസഫ് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു അടയാളം അഥവാ ഉദാഹരണം. രണ്ടാമതായിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടു പോകുക എന്നാണ് പറയുക, ഓടിപ്പിക്കും. അതാണ് രണ്ടാമത്തെ മറുപടി, രണ്ടാമത്തെ ഉപദേശം. നമുക്ക് ഈ ജോസഫിന്റെ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു കഴിയുമ്പോൾ ജോസഫ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങള്, ആ ബന്ധങ്ങള് അതിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് എണ്ണിക്ക് കഴിയുമ്പോഴത്തേക്കും എല്ലാം പോയി. പിന്നീട് കർത്താവിനെ പഠിക്കാൻ നോക്കി, എന്തുകൊണ്ട് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നില്ല? കർത്താവിന്റെ വിശുദ്ധിയും കർത്താവിന്റെ സാന്നിധ്യവും എന്റെ നിന്റെ ജീവിതത്തിൽ വരാത്ത രീതിയിലാണ് നിമിഷങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ദൈവദൂതൻ ജോസഫിന് നൽകുന്ന ഒരു ഉപദേശം, നീ തിരിച്ചു പോരും. ഒരു തിരിച്ചുവരവ് നിന്റെയും ജീവിതത്തില് സുദൃഢമായിട്ട് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ചരിത്രമെല്ലാം പറയുന്നുണ്ടോ വളരെ കൃഷിയുടെ അങ്ങനെയൊന്നും വായിച്ചിട്ടോ ഒരുങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് ഞാനൊരു കാര്യം പറയാം, മരത്തടിയുടെ മലയാളം അർത്ഥം ശരിക്കും അറിയാമോ? തിരിഞ്ഞു നോക്കിയപ്പോ വളരെ സുന്ദരിയായ ഒരു യുവതി പരിശുദ്ധമാണ്. നീ ആരാണെന്ന് ചോദിക്കും, നമ്മള് 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് ഏലിയ ഹോറബ് മലയിലേക്ക് പോകും കർത്താവിനെ ദർശിക്കാനായിട്ട്. അവിടെ പറയുക, ഭൂമി പിളർന്നു, ആകാശം പൊട്ടി പുറപ്പെട്ടു, ഇടിമുഴക്കമുണ്ടായി, ഞാൻ അവിടെ എങ്ങും ദൈവത്തെ ദർശിച്ചില്ല. എന്നാൽ ഒരിളം കാറ്റ് വീശി, ഞാൻ തിരിഞ്ഞു നോക്കി, കർത്താവ് കടന്നു പോകുന്നത് ഞാൻ ദർശിച്ചു. സുവിശേഷത്തിലുള്ള ഉടനീളം ഒരക്ഷരം പോലും യോസേപ്പിതാവ് സംസാരിച്ചായിട്ട് കാണുന്നില്ല. പരിശുദ്ധ മറിയം സംസാരിക്കുന്നുണ്ട്, ഈശോ സംസാരിക്കുന്നുണ്ട്, ശിഷ്യന്മാർ സംസാരിക്കുന്നുണ്ട്. ഇത്രയും അഗ്രഗണ്യനായ ഒരു വിശുദ്ധൻ ഒരക്ഷരം പോലും സുവിശേഷത്തിൽ സംസാരിക്കാനായിട്ട് നാം കാണുന്നില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെയാണ് ഒരു മൃദുസ്വരം പോലെ, ഒരു ചെറിയ കാറ്റ് പോലെ തഴുകി തലോടി കടന്നുപോയ മനുഷ്യൻ. നിങ്ങൾക്കറിയാമോ, the empty vessel makes a loud sound.